ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്നൊരു വളരെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 5 മിനിറ്റേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഇന്ന് എന്താ പറയുക, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു കേട്ടോ. പരിപാടി എന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ടൊരു ലീവ് എടുത്തു. ആൻഡ് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഫുൾ മഴ, ഒരു വൈബാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് വല്ല ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് മഴയുടെ കേട്ടോ. നല്ല മഴയും നല്ല കാറ്റും ഉണ്ട്. സോ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കുറേ നേരം ഫോണിലൊക്കെ കുത്തി ചെയ്ത് ഞാനൊരു ദോശയൊക്കെ കഴിച്ചു. അല്ല, ഒന്നല്ല, 2 ദോശയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ലേസും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ മേളത്തെ മുറിയിലോട്ട് പോയി. റൂമിൽ പോയപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് എൻ്റെ സാധനങ്ങൾ ഞാനിങ്ങനെ കാണിച്ചു തരുവാണ്. ഇത് എൻ്റെ കയ്യിലുള്ള വളരെ കുറച്ച് സ്റ്റിക്കർ കളക്ഷനുണ്ട്. എനിക്കപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ താഴെ പോയിട്ട്, നിങ്ങൾക്കൊരു ക്യാമറ ഉണ്ട്, അപ്പോൾ ആ ക്യാമറയുടെ ട്രൈപോഡ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസത്തിൽ ചെയ്യാൻ പറ്റി. ഞാനിങ്ങനെ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പം ഇങ്ങനത്തെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ വാക്സിൻ്റെ ഞാൻ ക്ലേ വെച്ച് ഞാൻ ഉണ്ടാക്കിയതോ. ഞാനൊരു പിൻട്രസ്റ്റിൽ ഒരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ അതുപോലെ പരീക്ഷിച്ച് ചെയ്തതാണ്. സ്വന്തം വലിയ കുഴപ്പമില്ലാതൊക്കെ വന്നു കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റേഴ്സ് ലൈക്ക് സ്റ്റാമ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിനെ ഒരു പേപ്പറിലൊട്ടിച്ച് പോളറൈഡ് ആക്കിയിട്ട് ഞാൻ അതിനെ പുറകിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എസ്തെറ്റിക് കുട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ചേച്ചി ഇങ്ങനെ ഒരു ജാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുഞ്ഞ് പേപ്പർ ഗ്ലാസ്, അത് ഞാൻ കോയിൻ ബോക്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ, കുഞ്ഞ് രൂപ തൊട്ടൊക്കെ ഇരുന്നത്. അപ്പം അതിന് ഞാൻ ജസ്റ്റ് മേക്ക് ഓവർ ഒന്ന് ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് ഞാൻ വെച്ച 3 സ്റ്റാറും ഒക്കെ പറഞ്ഞു പോയി. പിന്നെ സംഭവം മൊത്തത്തിലൊരു വശപ്പശകുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് മേടിച്ചേട്ടോ. 160 രൂപയ്ക്ക് എന്തോ 36 ക്ലേ ഫോം ക്ലേയുടെ സെറ്റ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ നൈസായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്ത് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും കണ്ടിട്ടില്ല, നോക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഒരു തെർമോക്കോളി ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ്. ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത്. കാരണം എനിക്കൊരു 8ൻ്റെ അല്ല ഗൈസ്, 18ൻ്റെ പണി തന്നൊരു ക്രാഫ്റ്റായിരുന്നു അത്. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. സോ ആ ടൈമിലൊക്കെ നല്ല മഴയാണ്. ഇപ്പം എൻ്റെ പുതിയ ഫോണിൽ എന്താ പറയുക, മഴയൊക്കെ നല്ലോണം വെള്ളത്തുള്ളികളൊക്കെ നല്ലോണം ക്യാപ്ചർ ആകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും താഴെ പോകുമ്പോൾ ആ മഴയൊന്ന് സ്റ്റോപ്പായതായിരുന്നു. പക്ഷേ ചെറുതായിട്ട് ചാറ്റമഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല ഗൈസ്, ഞാൻ ഈ ഒരു ചാറ്റമഴ പിന്നെ നല്ലോണം കനത്ത മഴയായി. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ചെറുതായിട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ പേര് ഞാൻ ഇട്ടു ഗൈസ്, കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിനെ ഒന്ന് കളിപ്പിക്കാൻ പോയതാണ്. സംഭവം വിളിക്കൽ ഫോൺ കാണുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ എൻ്റെ ഫോണൊക്കെ തട്ടിയിട്ട് മറിച്ചിട്ട് മൊത്തത്തിൽ അതൊക്കെ പോയി. ഭയങ്കര കാറ്റ്, അവിടെ നല്ല മഴ കേട്ടോ, ഭയങ്കര കാറ്റുമാണ്. അതൊക്കെ കഴിഞ്ഞ് അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കഴിച്ചില്ല, എങ്കിലും ഞാൻ ചുമ്മാ വീട്ടിലെടുത്തേ ഉള്ളൂ. ഞാനൊരു റോബസ്റ്റ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിസ്ക്കറ്റും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് എനിക്കങ്ങനെ ഒന്ന് ചോറ് കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാനൊരു 3 മണിയൊക്കെ ആയപ്പം അമ്മേനെ കൊണ്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അമ്മ ഉണ്ടാക്കണമെങ്കിൽ ഏത്തക്കാപ്പം. അതിൽ ഇത്രയും എണ്ണം കഴിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് മൊത്തം കഴിച്ചത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ മൊത്തം ഫുഡേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞൊരു 5 മണിയൊക്കെ ആയപ്പോൾ അച്ഛമ്മ ഇതുപോലത്തെ ഉപ്പേരി വറുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ചെണ്ണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതും കുറേ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ നൂഡിൽസ് കഴിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കഴിച്ചിട്ട് വളരെ കുഞ്ഞ് വീഡിയോ കേട്ടോ. സോ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ടാറ്റാ.